നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് പുത്തൻ ടൊയോട്ട ഗ്ലാൻസ ഓട്ടോമാറ്റിക്കിൽ 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. നമ്മൾ ഇന്ന് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് 3D 360 ഡിഗ്രി ക്യാമറ ആണ്. MaazBeatzൻ്റെ ഇൻബിൽട്ട് സ്റ്റീരിയോയിൽ MaazBeatzൻ്റെ സ്റ്റീരിയോയിൽ 464 സ്റ്റീരിയോയിൽ 3D 360 ക്യാമറ ആണ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം കാറ് നമുക്ക് കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് കിടക്കുവാണ്. ടൊയോട്ട ഗ്ലാൻസ മാത്രമല്ല, നമ്മുടെ പുതിയ സുസുക്കി ബെലീനോയിലും ഇതേ സെയിം സ്റ്റീരിയോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ബെലീനോ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അർബൻ ക്രൂയിസർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ടൊയോട്ട ക്രിസ്റ്റ, ടൊയോട്ട ഫോർച്യൂണർ, സുസുക്കിയുടെ എല്ലാ കാറുകളിലും, അങ്ങനെ ഒട്ടുമിക്ക വണ്ടികളിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോസ് എല്ലാം യൂട്യൂബിലുണ്ട്. ഇനിയും പുതിയ പുതിയ വീഡിയോസ് വരുന്നതുമാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ കാലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് കിടക്കുവാണ്. എല്ലാ കാറിനും ഫിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനും നമ്മൾ 4 ക്യാമറാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 4 ക്യാമറാസ് വരുന്നത്, ഒന്ന് ഫ്രണ്ട് ലോഗോയുടെ അടിയിലാണ് വരുന്നത്. ബാക്കി 2 ക്യാമറാസ് സൈഡ് മിറേഴ്സിൻ്റെ അടിയിൽ ലെഫ്റ്റിലും റൈറ്റിലും വരുന്നുണ്ട്. ഒന്ന് റിയറിൽ നമ്മുടെ നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ട് വരുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് എളുപ്പം ഓടിച്ച് കാണിക്കാൻ ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ലോഗോയുടെ അടിയിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ലോഗോയുടെ തൊട്ട് അടിയിലായിട്ട് ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡ് മിററിൻ്റെ അടിയിൽ റൈറ്റ് സൈഡ് ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിയറിൽ ഇതിനകത്ത് നമുക്ക് നല്ലതായിട്ട് ഒതുക്കി വെക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ ക്യാമറ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണത്തോലുമില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്യാമറ, അതായത് നമ്പർ ബോർഡിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് റിയറിൽ ക്യാമറ വന്നേക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് മിററിൻ്റെ അടിയിലും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇത്രയാണ് 4 ക്യാമറാസാണ് ഇതിന് വരുന്നത്. ഇനി നമുക്ക് അകത്തെ കാര്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ഗ്ലാൻസയിൽ, ടൊയോട്ട ഗ്ലാൻസയിൽ 3D 360 ക്യാമറ, അതായത് MaazBeatzൻ്റെ 4GB RAM 64GB ROM ഉള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലെ 3D 360 ക്യാമറ വെച്ച് കഴിഞ്ഞുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഫ്രെയിം ഡീറ്റെയിൽ എല്ലാം ഇരിക്കുന്നത് കാണാം. പക്ക ഫിറ്റിംഗ് ആണ്. MaazBeatzൻ്റെ 464 ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വിത്ത് ഇൻബിൽട്ട് 3D 360 ക്യാമറ. 360 വ്യൂ ആണ് നമുക്ക് കാണുന്നത്. സൈഡിൽ കൂടെ വണ്ടി പോകുന്നത്, ഫ്രണ്ടിലെ വ്യൂ എല്ലാം നമുക്ക് കാണാം. വ്യൂ ഇതുപോലെ നമുക്ക് ടച്ച് ചെയ്ത് മാറ്റി ഇടാം. 3D വ്യൂ ഇടാൻ പറ്റും, 3D ഫുൾ വ്യൂ ഇടാൻ പറ്റും, ടോപ്പ് ഡ്രോൺ വ്യൂ, ഒരു സാറ്റലൈറ്റ് കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാം. ഒരു സാറ്റലൈറ്റ് വ്യൂ എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഇത് ഏറ്റവും പുതിയ ഗ്ലാൻസയാണ്. ഇത് തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത്, പുതിയ സുസുക്കിയുടെ ബെലീനോയിലും വരുന്നത് തന്നെയാണ്, സെയിം ആണ്. രണ്ടിലും നമുക്കിത് ചെയ്യാൻ പറ്റും. വിത്ത് ഫ്രെയിമോടെ വരുന്നത്. ഇനി നമുക്കൊരു ട്രയൽ റണ്ണിന് പോയി നോക്കാം. ട്രയൽ റണ്ണിന് പോകുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം, റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് റൈറ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് മിററിൻ്റെ ക്യാമറ ഓണായി റൈറ്റ് സൈഡ് കാണുന്നുണ്ട്. പിന്നെ അത് പോകും. പിന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇത് ഓണാക്കി വേണമെങ്കിൽ 360 വ്യൂ ഇട്ടുകൊണ്ട് പോകാം. നമ്മുടെ ഇൻബിൽട്ട് വരുന്ന സ്റ്റീരിയോകളിൽ നമുക്ക് 360 വ്യൂ റണ്ണിങ് കാണിക്കത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് റണ്ണിങ്ങിലും വ്യൂ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ വ്യൂ ഇടാൻ പറ്റും. ബാക്ക് ഇടാം, റിവേഴ്സ് 3D ഇടാം, സൈഡ് വ്യൂ 3D ഇടാം, റൈറ്റ് സൈഡ് വ്യൂ 3D ഇടാം. റൈറ്റ് സൈഡ് വ്യൂ 2D ആണെന്ന്, ലെഫ്റ്റ് സൈഡ് വ്യൂ 3D, റിവേഴ്സിലുള്ള 2D, ഇതെല്ലാം നമുക്ക് കാണാം. പിന്നെ 3D ഫുള്ള്. ഇപ്പം 3D ഫുൾ വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റിയറിംഗ് വീൽ കാലിബ്രേഷനാണ്. സ്റ്റിയറിംഗ് വീൽ കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വീലുള്ള എല്ലാ കീസും നമുക്ക് ഇത് കിട്ടും. വോളിയം അപ്പ്, ഡൗൺ, നെക്സ്റ്റ്, കോൾ ബട്ടൺ എല്ലാം നമുക്കിത് കിട്ടും. നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിൽ ഇതിനായിട്ടും കാണിക്കാത്തൊരു ഫീച്ചറാണ്. അതായത് നമ്മുടെ 3D 360 ഡിഗ്രി ക്യാമറയിൽ 4GB RAM ഉള്ള നമ്മുടെ 3D MaazBeatzൻ്റെ 3D 360 ആൻഡ്രോയിഡ് ഉള്ള സ്റ്റീരിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നാൽ നമുക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ ഒരു സാറ്റലൈറ്റ് വ്യൂവും റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ ഒരു പർട്ടിക്കുലർ വ്യൂവും കാണാം. ഇതുകൊണ്ട് തന്നെ ഇപ്പം കണ്ടോ, ഇപ്പം നമ്മൾ ടച്ച് ചെയ്യുമ്പം വൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈസിൽ, ഇപ്പം ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ടച്ച് ചെയ്തിട്ടേക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ 2D വ്യൂ കാണുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. ലെഫ്റ്റ് സൈഡിൽ ഒന്നുകൂടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3D വ്യൂ വന്നു. ഇനി ലെഫ്റ്റ് സൈഡിൽ ഒന്നുകൂടെ ടച്ച് ചെയ്യാൻ പോകും, അല്ല 2D വ്യൂ വന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് റൈറ്റ് സൈഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2D വ്യൂ കിട്ടും. ഒന്നുകൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3D വ്യൂ അതിൻ്റെ കിട്ടും. ഇതുകൊണ്ട് തന്നെ നമ്മൾ റിയർ ടച്ച് ചെയ്യാൻ പോകും. റിവേഴ്സിൻ്റെ 2D വ്യൂ വന്നിട്ടുണ്ട്. നമ്മൾ ഡബിൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സിൻ്റെ 3D വ്യൂവും വരും. ഇങ്ങനെ നമുക്ക് ഓരോ ടച്ചിന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈപ്പിലെ വ്യൂ, 2Dയും 3Dയും വ്യൂ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു എക്സ്ട്രാ ഫീച്ചറും കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം.
നമ്മൾ ടോപ്പ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ്. ടോപ്പ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലെ വ്യൂ, അതായത് ലെഫ്റ്റിലെയും റൈറ്റിലെയും നമ്മുടെ ക്യാമറ വെച്ചുള്ള വ്യൂ രണ്ട് ടൈപ്പ് വരും. ഒന്ന് റിയറിലോട്ട് നോക്കിയുള്ള വ്യൂ വരും, ഒന്ന് ഫ്രണ്ടിലോട്ട് നോക്കിയുള്ള വ്യൂ വരും. ഇതൊക്കെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫീച്ചറായിട്ട് വരും. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടില്ല, അതപ്പോൾ എടുത്ത് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നതുകൊണ്ട് തന്നെ ഇതേലെ നമുക്ക് ഇൻബിൽറ്റ് സിം ഇടാൻ പറ്റുന്ന സ്റ്റീരിയോ ആണ്. SMS നമുക്ക് ഫോൺ ഇതെല്ലാം നമുക്കൊരു ഫോണിലല്ല ടാബിൽ ഉപയോഗിക്കാൻ പറ്റും. 4G ഇൻബിൽറ്റ് 4G സിം നമുക്ക് ഇത് ഇടാം. ജിയോയുടെയോ എയർടെലിൻ്റെയോ ഐഡിയയുടെയോ ഏത് സിം വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടും. വൈഫൈ ഒന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടും. അത് അങ്ങനെ നേരത്തെ പറഞ്ഞുള്ള ആ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. DSP മോഡലാണ്, DSP വ്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൗണ്ട് ഔട്ട്പുട്ട് മറ്റുള്ള സ്റ്റീരിയോക്കാരും ഒന്നുകൂടെ കൂടുതലാണ്, ക്ലാരിറ്റി കൂടുതലാണ്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീച്ചർ. പിന്നെ വരുമ്പോഴത്തേന് ഇസർലിങ്ക് ഉണ്ട്. ഇസർലിങ്ക് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിനി ഒരു ഐഫോൺ കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇസർലിങ്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, കൊടുക്കുന്നതായിരിക്കും. പിന്നെ സൗണ്ട് റെക്കോർഡ്, അങ്ങനെയുള്ള നോർമൽ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. എക്സ്ട്രാ ഫീച്ചറാണ് ഞാൻ പറഞ്ഞ SMS. അതായത് നമുക്ക് ഇൻബിൽറ്റ് സിം ഉള്ളതുകൊണ്ട് SMS-ൻ്റെ അത് കാണിക്കുന്നത്, അല്ലാത്ത സ്റ്റീരിയോയ്ക്ക് SMS-ൻ്റെ അത് വരത്തില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു MaazBeatzൻ്റെ 464 ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 Core പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഹാങ്ങിങ്ങോ കാര്യങ്ങളൊന്നും വരത്തില്ല. 4GB RAM ആണ്. സിസ്റ്റം ഫോൺ നമുക്കൊന്നുകൂടെ കാണാം. സിസ്റ്റം ഫോൺ വരുന്ന ആൻഡ്രോയിഡ് 10 വേർഷന് 4GB RAM, 64GB ROM, 8 Core പ്രോസസ്സറാണ്. നോർമലി ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം 4 Core വരുത്തുള്ളൂ. ഇത് വരുമ്പോഴത്തേന് 8 Core ആണ് പ്രോസസ്സർ വരുന്നത്. ഡിസ്പ്ലേ വരുന്നത് HD ആണ്. പിന്നെ QLED ഡിസ്പ്ലേ ആണ്. ഇത്ര എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ GPS ഒക്കെ കണക്ട് ചെയ്താൽ നമ്മൾ ഇതിനകത്ത് തന്നെ GPS-ൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ കാണിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ ഓരോ കീ ഫീച്ചേഴ്സ് വരുന്നത്. ഇത് നമുക്കൊന്നുകൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് ട്രയൽ റണ്ണിന് പോകാം. ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം കാണാം. സൂം ഔട്ട് സൂം ഇൻ എല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ വണ്ടി ഇവിടെ തിരിക്കാൻ പോവാണ്. തിരിക്കുമ്പോൾ നമ്മളിപ്പം കയറുന്നതും കാര്യങ്ങളും ഇപ്പം 3D വ്യൂ ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് തന്നെ കാണാം. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ 3D വ്യൂ കാണുന്നത്, അതായത് ഡ്രോൺ വ്യൂ ലെഫ്റ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം റൈറ്റ് സൈഡ് നമ്മുടെ റിവേഴ്സിൻ്റെ 3D വ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിവേഴ്സ് മാറ്റി ഉടനെ ഓട്ടോമാറ്റിക്കലി അത് മാറി, റിവേഴ്സ് വ്യൂ നിന്ന് മാറി ഫ്രണ്ട് വ്യൂ വന്നു. ഇനി മുമ്പേ പറഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ റണ്ണിങ് കണ്ടീഷനിലാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ വ്യൂ മാറ്റി ഇടും. ഇപ്പം നമ്മൾ ഫ്രണ്ട് വ്യൂ മാത്രമായിട്ട് ഇട്ടേക്കുന്നത്. മുമ്പേ ഫ്രണ്ടിൻ്റെ 3D വ്യൂ കടന്നിരുന്നത്. ഇത് നമുക്കുണ്ടോ 3 പൊസിഷൻ ഉണ്ട്. അതായത് 3D വ്യൂ, 2D വ്യൂ, 2D വ്യൂ ഒന്നുകൂടെ സൂം ചെയ്തുള്ള ഇത്രയും രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അൾട്രാ HD ക്ലാരിറ്റിയാണ് വരുന്നത്. കാര്യം സോണിയുടെ ലെൻസും ക്യാമറയാണ് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. നല്ല ക്ലാരിറ്റിയാണ് വ്യൂവിനെല്ലാം വരുന്നത്.